11ാം ദിനം പുഴയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിച്ചു. തെരച്ചിലിന് വെല്ലുവിളിയായി പുഴയിലെ കുത്തൊഴുക്കും മഴയും. എന്ത് പ്രതിസന്ധിയുണ്ടെങ്കിലും ദൗത്യം തുടരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം തുടരണമെന്നുള്ള ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനം പൊതുവെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് തീരുമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ കലഹം. തിരുവനന്തപുരം ജില്ലാ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്ന VD സതീശൻ. KPCC യോഗത്തിലെ വിമർശനം പുറത്തു വന്നതിൽ അതൃപ്തിയെന്ന സൂചന. പത്തനംതിട്ട തിരുവല്ലയിൽ കാറിന് തീപിടിച്ച് 2 മരണം. രാജു തോമസ്, ഭാര്യ ലൈജി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ. ജീവനൊടുക്കിയതെന്ന് പോലീസ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടിയിൽ ഗവർണർക്ക് സുപ്രീം കോടതി നോട്ടീസ്. നടപടി കേരളം നൽകിയ ഹർജിയിൽ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ ഹൈക്കോടതിയിലേക്ക്. നിയമനത്തിൽ സർവകലാശാലയിൽ സഹകരിക്കുന്നില്ലെന്ന ആരോപണം. പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനുഭവത്തിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ലെന്ന് നരേന്ദ്രമോദി. ഭീകരവാദത്തെ ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ്. കാർഗിൽ വിജയ് ദിവസിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച പ്രധാനമന്ത്രി. കായിക ലോകത്തെ വരവേൽക്കാനൊരുങ്ങി പാരീസ്. 33ാമത് ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം. രാത്രി 11-ന് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ. PV സിന്ധു ഇന്ത്യൻ പതാകയേന്തും. അർജുനായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ ഗംഗാവലി പുഴയിൽ ഒരു സിഗ്നൽ കൂടി ലഭിച്ചു. ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ പുഴയ്ക്ക് നടുവിലെ മൺകൂനയ്ക്കരികിലാണ് ലോറിയുടേതെന്ന് കരുതുന്ന പുതിയ സിഗ്നൽ ലഭിച്ചത്. ഇത് ലോറിയുടെ സിഗ്നൽ തന്നെയാകാമെന്നും പരിശോധന തുടരുകയാണെന്നും ഐബോർഡ് ഡ്രോൺ പരിശോധനാ സംഘത്തലവൻ